നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ച ഇസ്ലാമിക ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ തലസ്ഥാനമായ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്നത്. പാകിസ്ഥാൻ പൗരന്മാരായ അച്ഛനും മകനുമാണ് തോക്കുമായി എത്തി ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തത്. ആയിരക്കണക്കിന് ആളുകളാണ് ആ സമയം ബീച്ചിലുണ്ടായിരുന്നത്. ജൂതരുടെ ഉത്സവമായ ഹനൂഖായുടെ 8ാം ദിവസമായിരുന്നു ഞായറാഴ്ച. ബീച്ചിൽ വലിയ തോതിൽ ജൂതന്മാർ ആഘോഷത്തിനായി എത്തുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ 16 പേർ മരിച്ചു, 42 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പാകിസ്ഥാൻ പൗരന്മാരായ സാജിദ് അക്രവും മകൻ നവീദ് അക്രവുമാണ് വെടിവെപ്പ് നടത്തിയത്. ആക്രമണ സ്ഥലത്തു നിന്നും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഓസ്ട്രേലിയയിൽ ഹമാസ് അനുകൂലികൾ നിരവധി പലസ്തീൻ അനുകൂല പ്രകടനങ്ങളും മറ്റും നടത്തിയിരുന്നു. അവർ ജൂതർക്കെതിരെയും ഇസ്രായേലിനെതിരെയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ അന്നും മുഴക്കിയിരുന്നു. ഇതിനെതിരെ ഇസ്രായേൽ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നതാണ്. ഭീകരർ ഓസ്ട്രേലിയയിൽ അഴിഞ്ഞാടുകയാണെന്ന മുന്നറിയിപ്പും അവർ നൽകിയിരുന്നു. ഇസ്രായേലിനെതിരെ അഴിഞ്ഞാടാൻ ഭീകരരെ ഓസ്ട്രേലിയ അനുവദിച്ചെന്നും ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പുകൾ ചെവിക്കൊണ്ടില്ലെന്നും ഇതാണ് ഭീകരാക്രമണത്തിലേക്ക് നയിച്ചതെന്നും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. കൃത്യമാണ് ആ പ്രതികരണം. ഇനിയെങ്കിലും ഹമാസിനെ പിന്തുണച്ച് പ്രകടനം നടത്തുന്നവരെ അടിച്ചൊതുക്കുക. കുറച്ചു ദിവസം മുമ്പ് ഹമാസ് ഭീകരർ ലഷ്കർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ നടന്നത് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളായിരിക്കുമെന്നാണ് വിലയിരുത്തിയത് പലരും. തീർച്ചയായും ഇന്ത്യയും അവരുടെ ലക്ഷ്യമായിരിക്കാം. എന്നാൽ ലോകമെമ്പാടും ജൂതവിരുദ്ധ ആക്രമണം നടത്താൻ ഹമാസ് പാക് ഭീകരരെ വാടകയ്ക്കെടുക്കുകയായിരുന്നോ എന്ന സംശയം ഇപ്പോൾ ഉയരുകയാണ്. ഹമാസിന് വേണ്ടി ജിഹാദ് നടത്താൻ പാക് ഭീകരർ തയ്യാറാണ് എന്നതിൻ്റെ ആദ്യ തെളിവുമാണ് ബോണ്ടി ബീച്ച് ആക്രമണം. പാകിസ്ഥാൻ ആഗോള ഭീകരതയുടെ നഴ്സറിയായി മാറുകയാണ്. ലഷ്കറിനെ ഞങ്ങൾ 2023 തന്നെ നിരോധിച്ചിട്ടുണ്ട്. അത് കണക്കിലെടുത്ത് ഇന്ത്യ ഹമാസിനെ നിരോധിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ഇന്ത്യയോട് ഇസ്രായേൽ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. അതും ഈ സന്ദർഭത്തിൽ ഗൗരവമായി തന്നെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ കനത്ത ആൾനാശമുണ്ടായ ഹമാസ് ജിഹാദിനായി പാക് ഭീകര സംഘടനകളുടെ സഹായം തേടുകയാണ്. അമേരിക്കയും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും ഇംഗ്ലണ്ടും ഇന്ത്യയും ഒന്നും ഈ സാഹചര്യത്തിൽ സുരക്ഷിതമല്ല. സിഡ്നി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും കനത്ത സുരക്ഷ ഒരുങ്ങുകയാണ്. സമാനമായ ആക്രമണം മുന്നിൽ കണ്ട് ഇന്ത്യയും സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. വിമാനത്താവളങ്ങളിലും രാജ്യത്തെ പ്രധാനപ്പെട്ട ജൂത കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും ഹമാസ് അനുകൂല പ്രകടനങ്ങളും നടന്നത് കേരളത്തിലാണ് എന്നോർക്കണം. ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ട സംസ്ഥാനവും കേരളമാണ്. ഹിന്ദുത്വവും സയനിസവും ഒന്നാണെന്ന ജിഹാദി മുദ്രാവാക്യം ഇതിനോടകം തന്നെ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. മുസ്ലിം ഇതര ജനവിഭാഗങ്ങളെ ജിഹാദി സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നു എന്നതിൻ്റെ സൂചനയുമാണിത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.